ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മൈ ഗോൾഡൻ ബ്ലഡ് എന്ന സീരീസിൻ്റെ 12ാമത്തെ എപ്പിസോഡാണ്. അതായത് ഫൈനൽ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് താരയാണെങ്കിൽ ഒരു വീട്ടിൽ ഇങ്ങനെ വന്നിരുന്നിട്ട് എന്തൊക്കെയോ ആലോചിക്കുന്നതാണ്. കാരണം അവർക്കിപ്പോൾ ടോങ്ങിനെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അവർ ജയിച്ചു എന്നുള്ളൊരു സന്തോഷത്തിൽ അവരിയ്ക്കുന്നുണ്ട്. അതേസമയം മാർക്കിനെയും നഗാനെയും കാണിക്കുമ്പോൾ അവരെയാണെങ്കിൽ താരയുടെ ആൾക്കാർ പിടികൂടിയ ശേഷം അവരടിച്ച് ബോധം കെടുത്തിയിട്ട് അവരൊരു മരത്തിൽ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ബോധം വരുന്ന നഗാനാണ്. അപ്പോൾ തന്നെ അവനെ കെട്ടൊക്കെ അഴിച്ച് മാറ്റുന്നുണ്ട്. എന്നിട്ട് മാർക്കിനെ വിളിച്ചെണീപ്പിക്കുമ്പോൾ അവനും ബോധം വരികയാണ്. അങ്ങനെ അവനും എന്നെ കെട്ടഴിച്ച് മാറ്റുന്നുണ്ട്. നഗാനപ്പോൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ മാർക്കാണെങ്കിൽ നിൻ്റെ കൂടെ എപ്പോഴുള്ള നിന്നെ സഹായിക്കുന്ന വാമ്പയേഴ്സൊക്കെ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം നഗാൻ നമ്മളിപ്പോൾ താരക്കെതിരെയല്ലേ പ്രവർത്തിച്ചത്, അവർക്കെതിരെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും വാമ്പയേഴ്സ് നമ്മുടെ കൂടെ നിൽക്കുമോ നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം മാർക്ക് എന്തൊക്കെ സംഭവിച്ചാലും ശരി ടോങ്ങിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനെങ്കിൽ തയ്യാറാണെന്ന് പറയുന്നുണ്ട്. നഗാനപ്പോൾ എന്ത് പ്ലാനാണ് നിൻ്റെ മനസ്സിലുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ വാനിനെ മീറ്റ് ചെയ്യാനായിട്ട് പോകാം, ഒരുപക്ഷെ വാനിന് നമ്മളെ സഹായിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. നഗാനും ഓക്കെ എന്നിങ്ങനെ പറയാണ്. അടുത്ത ടോങ്ങിനെ കാണിക്കുമ്പോൾ ഇപ്പോൾ താരയുള്ള റൂമിലേക്ക് ടോങ്ങിനെ കുറേ ആൾക്കാർ ചേർന്നിട്ട് കൊണ്ടുവന്നിട്ട് താരയുടെ മുന്നിൽ മുട്ടൂത്തി നിർത്തുവാണ്. ആ സമയം താരയാണെങ്കിൽ ടോങ്ങിൻ്റെ അടുത്ത് ഐ എം സോറി ടോങ്, നമ്മുടെ ലൈഫിൽ എന്ത് നടക്കണമെന്ന് നമ്മളല്ലല്ലോ തീരുമാനിക്കേണ്ടത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ടോങ് അപ്പോൾ ഇത്രയൊക്കെ ആയില്ലേ, ഇനി നിങ്ങളിങ്ങനെ നല്ലവരായിട്ട് അഭിനയിക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറയാണ്. ആ സമയം താര നിൻ്റെ ബോഡിയിലുള്ള ഓരോ തുള്ളി ബ്ലഡും എനിക്കുള്ളതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ടോങ്ങാണെങ്കിൽ എൻ്റെ ബ്ലഡ് മൊത്തം കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ നിങ്ങൾക്കെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അടുത്ത് നഗാനെയും മാർക്കിനെയും കാണിക്കുമ്പോൾ അവർ നേരെ വാനിൻ്റെ ഫ്ലവർ ഷോപ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ വന്നിട്ട് സത്യങ്ങളെല്ലാം വാനിനോട് തുറന്ന് പറയാണ്. അങ്ങനെ ഇപ്പോൾ താര എങ്ങനെയുള്ളൊരു സ്ത്രീയാണെന്ന് അറിയുമ്പോഴും പിന്നെ ടോങ്ങിനെ അവർ പിടിച്ചുകൊണ്ട് പോകുമെന്ന് അറിയുമ്പോഴൊക്കെ അതോർത്തിട്ട് വാനാണെങ്കിൽ കരയുന്നുണ്ട്. അടുത്ത് വീണ്ടും ടോങ്ങിനെ കാണിക്കുമ്പോൾ ഇപ്പോൾ താര ടോങ്ങിനൊരു കസേരയിൽ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് പോയിരിക്കുകയാണ് എവിടെയോ. അപ്പോൾ താരയുടെ 2-3 ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. ഇതേസമയം ടോങ്ങാണെങ്കിൽ നേരത്തെ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത്, അതായത് താരയും മാർക്കും ഉള്ള ആ ഒരു സ്ഥലത്തേക്ക് അവൻ്റെ കാറിൽ തിരിച്ചു വരുന്ന സമയത്ത് അവൻ കാറിൻ്റെ അകത്തിരുന്ന ഒരു കത്തി എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ യൂസ് ചെയ്യണമെങ്കിൽ അവൻ്റെ കയ്യിൽ കെട്ടഴിയണം. അതുകൊണ്ട് തന്നെ അവനിപ്പോൾ അവൻ്റെ ചുണ്ടിലൊന്ന് കടിക്കുന്നുണ്ട്. അപ്പോൾ മുറിയുന്ന സമയത്ത് ബ്ലഡ് വരുവാണ്. അവിടെ നിൽക്കുന്ന താരയുടെ ആളായിട്ടുള്ള വാമ്പയർ ഇവൻ്റെ ബ്ലഡിൻ്റെ സ്മെല്ലടിക്കുന്നതും അത് കുടിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഇവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. കറക്റ്റ് അപ്പം അങ്ങോട്ടേക്ക് താര വന്നിട്ട് അയാളുടെ അടുത്ത് മാറിയിരിക്കാനായിട്ട് പറഞ്ഞിട്ട് ടോങ്ങിൻ്റെ അടുത്ത് വന്നിട്ട് അവൻ്റെ കെട്ടൊക്കെ അഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയം കറക്റ്റ് ടോങ് ആ കത്തിയെടുത്ത് താരയുടെ നേർക്ക് വീശാനായിട്ട് നിൽക്കുകയാണ്. എന്നാൽ ആ സമയം താരയാണെങ്കിൽ അത് തടഞ്ഞു നിർത്തിയിട്ട് മനുഷ്യന്മാരായിട്ടുള്ള നീയൊക്കെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്കറിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് താരയുടെ ആൾക്കാരുടെ അടുത്ത് അവനെ പിടിച്ച് കൊണ്ടുപോകാനായി പറയുന്നുണ്ട്. അങ്ങനെ ആൾക്കാർ ടോങ്ങിനകത്തേക്ക് എങ്ങോട്ടോ കൊണ്ടുപോകുന്നുണ്ട്. വീണ്ടും മാർക്കിനെയൊക്കെ കാണിക്കുമ്പോൾ വാനി സത്യങ്ങളെല്ലാം അറിഞ്ഞ് വിഷമിച്ച് കരയുമ്പോഴത്തേക്കും നഗാനാണെങ്കിൽ വാനിനോട് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് നിങ്ങൾ കുറ്റബോധപ്പെട്ട് കരയേണ്ട ഒരു ആവശ്യമില്ലാന്ന്. മാർക്കും പറയുന്നുണ്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഞങ്ങളുടെ കൂടെ നിൽക്കണോ താരയുടെ കൂടെ നിൽക്കണോ എന്ന്, നിങ്ങൾക്ക് മാത്രമേ ഞങ്ങളെ സഹായിക്കാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് അവിടെ ടോങ്ങിനെ രക്ഷിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നും ഞങ്ങൾക്ക് ഉറപ്പുണ്ടെന്ന് പറയാണ്. ആ സമയം വാനാണെങ്കിൽ ഒരു വഴിയുണ്ട് താരേനെ തോൽപ്പിക്കാനായിട്ട്, പക്ഷേ അത് ഭയങ്കര റിസ്ക് ഉള്ളൊരു പരിപാടിയാണെന്ന് പറയുന്നുണ്ട്. അടുത്ത് വീണ്ടും താരേനെയൊക്കെ കാണിക്കുമ്പോൾ ആ ഒരു ചടങ്ങ് തുടങ്ങാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ടോങ്ങിനെ ഒരു ബെഞ്ചിൽ കിടത്തിയിരിക്കുകയാണ്. ടോങ് ആ സമയം വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ ബ്ലഡ് കുടിച്ചോ, പക്ഷേ എന്നെ ജീവനോടെ വിട്ടുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. താരയപ്പോൾ പറ്റത്തില്ല, കാരണം എനിക്കിതിൻ്റെ മൊത്തം പവറും വേണം, മൊത്തം പവറും കിട്ടിക്കഴിഞ്ഞാൽ മരണമില്ലാത്ത ഏത് വാമ്പയറിനെയും എനിക്ക് കൊല്ലാൻ കൂടി പറ്റും, എല്ലാ വാമ്പേഴ്സിനേക്കാളും ഏറ്റവും ടോപ്പിൽ ഞാനാവും, അത് നല്ല അടിപൊളിയായിട്ടുള്ള കാര്യമല്ലേ, നിൻ്റെ ഓരോ തുള്ളി രക്തവും അവസാനം തീരുന്നതിനെ ഞാൻ കുടിക്കുമെന്ന് പറയുന്നുണ്ട്. വീണ്ടും എടുത്ത് വാനിനെയും മാർക്കിനെയും നഗാനെയും കാണിക്കുമ്പോൾ വാനാണെങ്കിൽ ആ ഒരു ഐഡിയ എന്താണെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളത് എന്താണെന്ന് കാണിക്കുന്നില്ല. അങ്ങനെ അതനുസരിച്ച് ഇവർ 3 ഇപ്പോൾ വാനിൻ്റെ വണ്ടിയിൽ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ വാൻ പറയുന്നുണ്ട്, അതായത് എന്ത് ഇമ്പോർട്ടൻ്റ് ഒരു ചടങ്ങ് നടന്നാലും അത് താര ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെയായിരിക്കും ഇത് നടക്കുന്നത്, നമുക്ക് നേരെ അങ്ങോട്ട് പോകാമെന്ന് പറയുന്നുണ്ട്. അതേസമയം നഗാനൊരു ഒരു ബോക്സ് ഇരിക്കുവാണ്. അവനത് നോക്കിയിട്ട് ഇത് വർക്കാവോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം എനിക്കും അറിയത്തില്ല, മേ ബി വർക്കായേക്കാം, ഈ ഐഡിയ നേരെ ആവുമെന്ന് എനിക്കും ഒരിതില്ലാന്ന് വാൻ പറയുന്നുണ്ട്. ആ സമയം മാർക്ക് എന്തൊക്കെ സംഭവിച്ചാലും ഈ പ്ലാൻ വർക്കൗട്ട് ആക്കിയേ പറ്റുള്ളൂ, എന്നാലേ നമുക്കെല്ലാവർക്കും ജീവനോടെ ഇരിക്കാൻ കൂടി പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. വീണ്ടും അടുത്ത് താരേനെയൊക്കെ കാണിക്കുമ്പോൾ ആ ഒരു ചടങ്ങ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ താരയുടെ കൂടെയുള്ള വാമ്പേഴ്സ് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ ഒരു സമയം താരയാണെങ്കിൽ സമയമായി എന്നിങ്ങനെ പറയുന്നുണ്ട്. അതേ ടൈമിന് മറ്റൊരു വാമ്പയർ വന്നിട്ട് ടോങ്ങിൻ്റെ നെറ്റിയിലെന്തോ വരച്ചിട്ടിങ്ങനെ പോവുകയാണ്. ആ ടൈമിന് കറക്റ്റ് പുറത്തെന്തോ ഒരു ശബ്ദം കേൾക്കുന്നതുകൊണ്ട് തന്നെ ഇവരുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് പോവാണ്. അതേസമയം വാനിനെ കാണിക്കുമ്പോൾ വാൻ ആ ബിൽഡിങ്ങിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് എന്തോ കാര്യം ചെയ്യുന്നതായിരുന്നു. അതേസമയം ഇവരുള്ള ആ റൂമിൻ്റെ അകത്തേക്ക് നഗാനും മാർക്കും കയറി വരികയും ചെയ്യുകയാണ്.
നഗാൻ ആദ്യം നേരെ താരയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. താരയപ്പോൾ നിന്നെയൊന്നും കൊല്ലാണ്ട് ജീവനോടെ വിട്ടിട്ടും നിനക്കൊന്നും മതിയായില്ലേ എന്ന് ചോദിക്കുമ്പോൾ നഗാനാണെങ്കിൽ ഇല്ല, കാരണം നിങ്ങൾ ചെയ്തതിനൊന്നും എനിക്കൊരു വേദന അനുഭവപ്പെട്ടില്ല എന്ന് പറയുന്നുണ്ട്. താരയപ്പോൾ എങ്കിൽ പിന്നെ ഞാൻ വേദനിപ്പിക്കാമെന്ന് പറയുമ്പോൾ നഗാനാണെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, മുമ്പ് നിങ്ങൾ എൻ്റെ അടുത്ത് ചെയ്തത് അതായിരുന്നു എനിക്ക് അനുഭവപ്പെട്ട ഏറ്റവും വലിയ വേദന എന്ന് പറയുമ്പോൾ താര വേണമെങ്കിൽ നിൻ്റെ വേദന എന്നേക്കുമായിട്ട് ഇങ്ങനെ അവസാനിപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം അവർ തമ്മിൽ ചെറിയൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. എന്നാൽ താര അവരുടെ പവർ ഉപയോഗിച്ച് നഗാനെ തടയുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യം എന്താണെന്ന് എൻ്റെ പവർ വെച്ചിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല, നിങ്ങളുടെ പ്ലാനേ സക്സസ് ആവാൻ പോകുന്നില്ല, അതുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തിയേക്കാൻ. എന്നാൽ നഗാനാണെങ്കിൽ ഇല്ല, എന്തായാലും വന്നതല്ലേ ട്രൈ ചെയ്ത് നോക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും താരേനെ അടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ താര നഗാനെ അടിച്ചിട്ടാണ്. ആ സമയം കറക്റ്റ് മാർക്ക് താരയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. താര ഇപ്പോൾ പറയുന്നുണ്ട്, നിനക്ക് എൻ്റെ കൂടെ നിൽക്കണ്ടേന്ന്. മാർക്കപ്പോൾ എന്തിനാണ് ഈ പവർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്നെയും കൊല്ലത്തില്ലേ എന്ന് പറയുമ്പോൾ താര ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള നിന്നെ ഞാൻ കൂടെ നിർത്താനേ നോക്കത്തുള്ളൂ, ഒരിക്കലും കൊല്ലത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ മാർക്ക് പക്ഷേ എൻ്റെ പവർ ഇപ്പോൾ വർക്കാവുന്നില്ല, അത് നിങ്ങൾക്കും അറിയാമായിരിക്കുമല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ കറക്റ്റ് നഗാനാണെങ്കിൽ എന്തോ ഒരു സംഭവം എടുത്ത് മാർക്കിൻ്റെ കഴുത്തിലേക്ക് കുത്തുവാണ്. അപ്പോൾ മാർക്ക് താഴേക്ക് ചെന്ന് വീഴുന്നുണ്ട്. ഇത് കാണുന്നതും നഗാൻ മാർക്കിനെ എന്തോ ചെയ്തു എന്ന് കരുതിയിട്ട് ടോങ് അവിടെ ഇരുന്നുകൊണ്ട് മാർക്കെന്ന് വിളിക്കുന്നുണ്ട്. മാർക്ക് ആ സമയം നഗാനോട് നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നഗാൻ പറയുന്നുണ്ട്, താരയാണെങ്കിൽ എനിക്ക് എൻ്റെ പവർ നഷ്ടപ്പെടാനായിട്ട് തന്ന മരുന്ന്, അതേ മരുന്ന് തന്നെയാണിത്, ഞാനെന്താ നിൻ്റെ കൂടെ നിൽക്കുമെന്ന് നീ കരുതിയോ എന്നുള്ള രീതിയിൽ അതും പറഞ്ഞിട്ട് നഗാൻ സംസാരിക്കുന്നുണ്ട്. മാർക്കപ്പോൾ നീ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നഗാനാണെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലും ഇവിടെ നിന്ന് ജീവനോടെ പുറത്തിറങ്ങാൻ നീ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഉടനെ തന്നെ താരയുടെ സൈഡ് ചേരുകയാണ്. താരയ്ക്കാണെങ്കിൽ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നാൽ ആക്ച്വലി അത് അവരുടെ പ്ലാനായിരുന്നു. താര അവൻ അവരുടെ കൂടെ കൂടിയെന്ന് വിചാരിക്കുന്നതും നഗാൻ പെട്ടെന്ന് തന്നെ ഒരു മരുന്നെടുത്തിട്ട് താരയുടെ ദേഹത്തേക്ക് കുത്തുവാണ്. ആ ടൈം കൊണ്ട് പെട്ടെന്ന് മാർക്ക് കിടന്നെടുത്ത് എഴുന്നേറ്റിട്ട് ടോങ്ങിനെയും കൊണ്ട് എസ്കേപ്പ് ആവുന്നുണ്ട്. ആ സമയം താര പെട്ടെന്ന് നഗാനെ അടിച്ചിട്ടിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങാൻ നിൽക്കുന്നുണ്ട്. അതേസമയം നമ്മളെ കാണിക്കുന്നുണ്ട് കാറിൽ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഇവർ പ്ലാൻ ചെയ്തത് ഇതായിരുന്നു എന്ന്. ഇപ്പോൾ താരയുടെ ദേഹത്ത് നഗാൻ കുത്തിയ ആ ഒരു മരുന്ന് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോങ്ങിൻ്റെ ബ്ലഡ് എടുത്തിട്ട് ഇവർ അന്ന് താര പറഞ്ഞതനുസരിച്ച് ഒരു മരുന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു മരുന്നാണ്. ആ ഒരു മരുന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി പവർ കുറയാൻ സാധ്യതയുണ്ട്, വർക്കാവാൻ സാധ്യതയുണ്ട് എന്നൊരിതിലാണ് അവരിപ്പോൾ അത് പരീക്ഷിച്ചത്. ഇതേസമയം വാനിനെ കാണിക്കുമ്പോൾ അവരാണെങ്കിൽ എന്തോ ഒരു പവർ ഉപയോഗിച്ചിട്ട് ആ ഒരു റൂമിൻ്റെ അകത്തുണ്ടായിരുന്ന മിക്ക വാമ്പയേഴ്സിനെയും പുറത്തേക്ക് ആകർഷിച്ചിട്ടുണ്ടായിരുന്നു. അവരെന്തോ ഒരു സംഭവം ചെയ്തതാണ്, അതിൻ്റെ ആ ഒരു ഇതിൽ ആ വാമ്പയേഴ്സ് എല്ലാം പുറത്തേക്ക് ഇറങ്ങി ഓടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഡയറക്റ്റ് മാർക്കിനും നഗാനും നേരെ താരയുടെ അടുത്തോട്ട് പോകാൻ പറ്റിയത്. ഇതേസമയം മാർക്കിനെയും ടോങ്ങിനെയും കാണിക്കുമ്പോൾ താരയുടെ അടുത്തുനിന്ന് ടോങ്ങിനെ വിളിച്ചുകൊണ്ട് വന്ന മാർക്ക് മറ്റൊരു റൂമിലോട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ വന്നിട്ട് മാർക്ക് ടോങ്ങിൻ്റെ കയ്യിലെ കെട്ടഴിച്ച് കൊടുക്കുന്നുണ്ട്. ടോങ്ങാണെങ്കിൽ നിന്നേനെ ഒരിക്കലും കാണാൻ പറ്റത്തില്ലെന്നാണ് ഞാൻ കരുതിയെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഹഗ് ചെയ്യുന്നുണ്ട്. ആ സമയം മറ്റൊരു ഫ്ലാഷ് ബാക്കും കൂടെ കാണിക്കുന്നുണ്ട്. അതായത് ഇവർ കാറിൽ വരുന്ന സമയത്ത് ഒരു കാര്യം കൂടി ഇവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നഗാൻ പറയാണ്, നമ്മുടെ പ്ലാൻ ഇപ്പോൾ വർക്കായില്ലെങ്കിൽ പിന്നെ ടോങ്ങിനെ കൊല്ലുക മാത്രമേ ഒരേ ഒരു വഴിയുള്ളൂ, കാരണം നിനക്കും അറിയാമല്ലോ ടോങ്ങിനെ കൊന്നാലേ ഇതെല്ലാം അവസാനിക്കത്തുള്ളൂ. ആ സമയം മാർക്ക് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നമ്മുടെ പ്ലാൻ വർക്കായില്ലെങ്കിൽ എല്ലാം ഞാൻ തന്നെ അവസാനിപ്പിക്കാമെന്ന്. എന്നാൽ അതേസമയം നഗാൻ വീണ്ടും പറയുന്നുണ്ട്, പക്ഷേ അങ്ങനെയൊക്കെ നടക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, കാരണം ടോങ് നിൻ്റെ കൈ കൊണ്ട് മരിക്കണമെന്നും പിന്നെ അവൻ മരിക്കണമെന്നോ ഒന്നും തന്നെ എനിക്ക് ആഗ്രഹമുള്ള കാര്യമല്ല, പക്ഷേ നമുക്ക് വേറെ വഴിയില്ലാഞ്ഞിട്ടല്ലേ, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും നിന്നോടിത് പറയുന്നതെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പ്രസൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും താര ഇപ്പോൾ ടോങ്ങും മാർക്കും ഏത് റൂമിലാണ് ഉള്ളതെന്ന് അന്വേഷിച്ചിങ്ങനെ വരുന്നുണ്ടായിരുന്നു. ആ സമയം അവരുടെ മുന്നിലേക്ക് വാൻ വരുമ്പോൾ നീയും എന്നെ ചതിച്ചല്ലേ, എൻ്റെ കൂടെ നിന്നിട്ട് നീയും എന്നെ പറ്റിച്ചല്ലേ എന്ന് താര ചോദിക്കുന്നുണ്ട്. അപ്പോൾ വാനാണെങ്കിൽ കാരണം നിങ്ങൾ ചെയ്തത് മോശമായിട്ടുള്ള കാര്യമാണ്, നിങ്ങളെല്ലാവരും ഉപയോഗിക്കുമായിരുന്നില്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും താര വാനിൻ്റെ കഴുത്തിലേക്ക് ഇറുക്കി പിടിച്ചിട്ട്, കാരണം ആദ്യം തൊട്ടേ ഇതെല്ലാം എൻ്റേതായിരുന്നു, ആ ഒരു മരുന്ന് കണ്ടുപിടിച്ചതും പിന്നെ ആ ഒരു ഗോൾഡൻ ബ്ലഡും നിൻ്റെ ജീവനും എല്ലാം എൻ്റേത് മാത്രമാണ്, നിനക്ക് ജീവിക്കണമെങ്കിൽ മര്യാദയ്ക്ക് ജീവിക്കായിരുന്നു, എന്നാൽ ഇപ്പോൾ നിനക്ക് മരിക്കണമെന്നല്ല ആഗ്രഹമെന്ന് പറഞ്ഞിട്ട് വാനിൻ്റെ കഴുത്തിലേക്ക് ഇറുക്കി പിടിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അവരെ വായിൽ നിന്ന് ബ്ലഡൊക്കെ വന്നിട്ട് അവർ താഴേക്ക് വീഴുന്നുണ്ട്. വാൻ മരിച്ചോന്നൊന്നും അറിയത്തില്ല. ആ സമയം എല്ലാവരും കേൾക്കാൻ കണക്കിന്, അതായത് നഗാനായാലും മാർക്കായാലും ടോങ് ആയാലും കേൾക്കാൻ കണക്കിന് താര ഉറക്കെ പറയുന്നുണ്ട്, മര്യാദയ്ക്ക് പുറത്തു വന്നോ ഇല്ലെങ്കിൽ ഓരോരുത്തരായിട്ട് മരിക്കുമെന്ന്. ആ സമയം കറക്റ്റ് അങ്ങോട്ടേക്ക് നഗാൻ വരുമ്പോൾ നഗാനെയും താര പിടിച്ചു വെച്ചിട്ട് വീണ്ടും ഇതേ കാര്യം ഒന്നുകൂടെ പറയുന്നുണ്ട്. ആ സമയം ടോങ് ആണെങ്കിൽ മാർക്കിൻ്റെ അടുത്ത് പറയാണ്, ഞാൻ കാരണമാണ് ഓരോരുത്തരും മരിച്ചുകൊണ്ടിരിക്കുന്നത്, നിനക്കും കൂടെ എന്തെങ്കിലും സംഭവിക്കണമെന്ന് എനിക്കൊരാഗ്രഹമില്ല, അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നിനക്കറിയാമല്ലോ, ഇതിനാകെ ഒരൊറ്റ വഴിയേ ഉള്ളൂ, അത് ഞാൻ മരിക്കണമെന്നുള്ളതാണ് മാർക്ക്, നീ അത് ചെയ്തോളാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ മാർക്ക് ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുകയാണ്.
ആ സമയം ടോങ്ങാണെങ്കിൽ മാർക്കിനെ നിർബന്ധിക്കുന്നുണ്ട്. എന്നാൽ മാർക്കിനെ ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ അവൻ ടോങ്ങിൻ്റെ മുഖത്തേക്ക് നോക്കുന്നവരുമില്ല. എന്നാൽ ടോങ്ങാണെങ്കിൽ എൻ്റെ ബ്ലഡ് കുടിക്ക്, എന്നിട്ട് നീ ആ പവർ സ്വന്തമാക്കിയിട്ട് താരേനെ നശിപ്പിച്ച് കളഞ്ഞേക്ക്, എന്നിട്ട് എനിക്ക് വേണ്ടിയിട്ടെങ്കിലും നീ ജീവിക്കണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ മാർക്ക് ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുമ്പോഴത്തേക്കും ടോങ് അതൊന്നും കേൾക്കാൻ നിൽക്കുന്നില്ല. കരഞ്ഞുകൊണ്ട് തന്നെ മാർക്കിൻ്റെ അടുത്ത് എൻ്റെ ബ്ലഡ് കുടിച്ച് എൻ്റെ പവർ നീ സ്വന്തമാക്ക്, അപ്പോൾ പിന്നെ ഞാൻ മരിച്ചാലും എപ്പോഴും എൻ്റെ ഒരു ഭാഗം നിൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് മാർക്കിനെ പതുക്കെ ടോങ്ങിൻ്റെ കഴുത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആദ്യമൊക്കെ മാർക്ക് തടയുന്നുണ്ട്. എന്നാൽ പിന്നീട് മാർക്ക് ടോങ്ങിൻ്റെ കഴുത്തിലേക്ക് കടിച്ചിട്ട് അവൻ്റെ ബ്ലഡ് മൊത്തം കുടിക്കുന്നുണ്ട്. കുടിച്ചു കഴിയുന്നതും ടോങ്ങിൻ്റെ ബോധം പോകുന്നുണ്ട്. അവൻ മരിച്ചോന്ന് അറിയത്തില്ല. എന്തായാലും മാർക്കാണെങ്കിൽ അവനവിടെ തറയിൽ കിടത്തിയിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു ഗോൾഡൻ ബ്ലഡിൻ്റെ പവർ മൊത്തം മാർക്കിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു വാമ്പയറിനെയും, അതായത് താരേനെ പോലും അവന് കൊല്ലാൻ പറ്റും. അങ്ങനെ നേരെ താരയുടെ അടുത്ത് വരുമ്പോഴത്തേക്കും കാര്യം മനസ്സിലായിട്ട് താര ഉടനെ ഇമോഷണലി അവനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങുകയാണ്. അതായത് നീ എന്നെ കൊന്നു കഴിഞ്ഞാൽ നിനക്ക് ആകെയുള്ള ഒരേ ഒരു ഫാമിലിയായ ഞാൻ, അതായത് നിൻ്റെ അമ്മ മരിച്ചു പോകത്തില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അത് പെട്ടെന്ന് എന്തോ മാർക്ക് അങ്ങ് വിശ്വസിക്കുന്നുണ്ട്. ആ ഒരു മൊമെൻറ്റിൽ പെട്ടെന്ന് താര അവൻ്റെ വയറ്റിൽ കത്തിയിട്ട് കുത്തുവാണ്. എന്നിട്ട് നീ ഇങ്ങനെ ഇമോഷൻസ് വെച്ചിട്ട് ഒരാളെ വിശ്വസിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം തന്നെ മാർക്കിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ആ ഒരു കത്തിയിട്ട് കുത്തിയത് അവന് വേദനിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് പക്ഷേ നഖാൻ അങ്ങോട്ടേക്ക് വന്നിട്ട് താരേനെ പിടിച്ചു വെച്ചിട്ട് ആ കത്തിയിട്ട് താരയുടെ നെഞ്ചിലേക്ക് കുത്ത്, ഇത് മാത്രമാണ് നമ്മുടെ അവസാനത്തെ ചാൻസ് എന്ന് പറയുന്നുണ്ട്. ആ സമയം താര വീണ്ടും ഇമോഷണലി സംസാരിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. എന്നാൽ നഖാൻ മാർക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ മാർക്ക് വീണ്ടും താരയുടെ വാക്കുകളിൽ വീഴാതെ താരയുടെ നെഞ്ചിലേക്ക് തന്നെ ആ കത്തി കുത്തി കയറ്റുന്നുണ്ട്. അപ്പോൾ തന്നെ താര മരിക്കുന്നുണ്ട്. പക്ഷേ അവൻ കത്തി കുത്തുന്ന നേരത്ത് അത് നഖാൻ്റെ നെഞ്ചിൽ കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നഖാനും അവിടെ വെച്ച് മരിക്കാനായിട്ട് തുടങ്ങുകയാണ്. എന്നാൽ മരിക്കുന്നതിന് മുമ്പേ നഖാൻ പറയുന്നുണ്ട്, നീ ഇത് ചെയ്തതിന് നന്ദി, കാരണം ഞാൻ സ്നേഹിക്കുന്ന ആളടുത്തേക്ക് ഇനി എനിക്ക് പോകാൻ പറ്റുമല്ലോ എന്ന്. അങ്ങനെ അതും പറഞ്ഞിട്ട് നഖാനും താഴേക്ക് വീഴുന്നുണ്ട്. മാർക്ക് അങ്ങനെ അവിടെ നിന്ന് വിഷമിക്കുന്നുണ്ട്. എന്നിട്ട് നേരെ ടോങ്ങിനെ കിടത്തിയ ആ ഒരു റൂമിലേക്ക് ചെന്ന ശേഷം ടോങ്ങിൻ്റെ അടുത്തിരുന്നിട്ട് ഐ എം സോറി ടോങ്, എനിക്ക് നിന്നെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറയും കരയുന്നുണ്ട്. എന്നിട്ട് ടോങ്ങിനെ ഒന്ന് കിസ് ചെയ്യുന്നുണ്ട്. എന്നാൽ മാർക്കിനിപ്പോൾ ആ ഒരു ഗോൾഡൻ ബ്ലഡിൻ്റെ മൊത്തം പവർ ഉള്ളതുകൊണ്ട് തന്നെ അവൻ്റെ ആ ഒരു പവർ വെച്ചിട്ട് ടോങ്ങിന് പെട്ടെന്ന് ജീവൻ തിരിച്ചു വരാണ്. എന്നാൽ ടോങ് ആണെങ്കിൽ ഉണർന്ന ഉടനെ പറയുന്നുണ്ട് മാർക്കിൻ്റെ അടുത്ത്, മാർക്ക് എനിക്ക് തീരെ വയ്യാന്ന് തോന്നുന്നു, ആ ഒരു പവർ എന്നിൽ മൊത്തമായിട്ട് വർക്കാവും തോന്നുന്നില്ല, ജസ്റ്റ് താൽക്കാലികമാണെന്ന് തോന്നുന്നു, ഞാൻ ഉടനെ മരിക്കും, എനിക്ക് ഒരുമാതിരി ആവുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ മാർക്കാണെങ്കിൽ ഇല്ല, നിനക്കൊന്നും സംഭവിക്കത്തില്ല, എൻ്റെ പവർ വെച്ചിട്ട് ഇതിനെ രക്ഷിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ടോങ് എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ടോങ് വീണ്ടും ശരിക്കും മരിക്കാൻ പോവുകയാണ് എന്നൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ടോങ് തന്നെ മാർക്കിനോട് പറയുന്നുണ്ട്, ഞാനൊരു വാമ്പയർ ആയിരുന്നെങ്കിൽ എനിക്ക് എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാവാൻ പറ്റിയേനേന്ന്. അപ്പോൾ മാർക്ക് ചോദിക്കുന്നുണ്ട്, നീ സീരിയസ് ആയിട്ടാണോ പറയുന്നതെന്ന്. ടോങ് അപ്പോൾ അതേന്ന് പറയുന്നതും മാർക്കിനിപ്പോൾ അവനൊരു വാമ്പയർ ആക്കാനുള്ള പവർ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ആ ഗോൾഡൻ ബ്ലഡ് കാരണം. അതുകൊണ്ട് തന്നെ മാർക്ക് അതങ്ങ് നടത്തി കൊടുക്കുകയാണ്. അതായത് മാർക്കിൻ്റെ ബ്ലഡിന് ടോങ്ങിനെ കൊണ്ട് കുടിപ്പിക്കുകയാണ്. അങ്ങനെ ടോങ് അവിടെ വെച്ച് അപ്പം തന്നെ ഒരു വാമ്പയറായി മാറുന്നുണ്ട്. അങ്ങനെ അവൻ തിരിച്ച് ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. അവരോട് വെച്ച് കിസ് ചെയ്യുന്നുണ്ട്. കാരണം ഇനി അവർ മരിക്കത്തുമില്ല, ലൈഫ് ലോങ്, അതായത് എത്ര വർഷം വേണമെങ്കിലും എപ്പോഴും ഒരുമിച്ചുണ്ടാവുകയും ചെയ്യും. പിന്നീട് അങ്ങോട്ട് താര നടത്തിക്കൊണ്ടിരുന്ന ആ ഒരു കമ്പനിയും കാര്യങ്ങളെല്ലാം ഇവരാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. എപ്പോഴും മാർക്കിൻ്റെ കൂടെ കാര്യങ്ങൾ നോക്കാൻ ടോങ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ടോങ് വളർന്ന ആ ഒരു ഓർഫണേജ്, അവിടെയുള്ള കുട്ടികളെയും ടോങ് എപ്പോഴും പോയി മീറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. അതേ ഓർഫണേജിൽ ഇപ്പോൾ ഗോൾഡൻ ബ്ലഡുള്ള ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട്. ആ പെൺകുട്ടി സത്യങ്ങളെല്ലാം അറിയണമെന്നും തനിക്ക് കിട്ടിയ ആ ഒരു അനുഭവങ്ങൾ ആ കുട്ടിക്ക് വരാൻ പാടില്ലെന്നും കരുതിയിട്ട് മാർക്കും ടോങ്ങും കൂടെ അവളോട് സത്യങ്ങൾ തുറന്ന് പറയാമെന്ന് തീരുമാനിക്കുന്നുണ്ട്. അന്ന് അവളുടെ ബർത്ത്ഡേ തന്നെയായിരുന്നു. അങ്ങനെ അവൾക്ക് ബർത്ത്ഡേ വിഷ് ചെയ്തിട്ട് അവളുടെ അടുത്ത് കാര്യങ്ങൾ തുറന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, നിനക്ക് ഗോൾഡൻ ബ്ലഡ് ഉണ്ടെങ്കിൽ പോലും നീയും മറ്റുള്ള കുട്ടികളെ പോലെ നോർമലായിട്ടുള്ളൊരു കുട്ടി തന്നെയാണ്, നിനക്ക് ആരെയൊന്നും ഒരു വേർതിരിവും ഇല്ല, അതുകൊണ്ട് നീ അങ്ങനെയൊന്നും ആലോചിക്കാൻ പാടില്ല എന്ന്. അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ആ പെൺകുട്ടിയും എല്ലാം ഓക്കെ എന്നുള്ള രീതിയിൽ തന്നെ എല്ലാം മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. പിന്നെ കമ്പനിയിൽ പറയുകയാണെങ്കിൽ ഇവർക്ക് തന്നെ ഒരു മെഡിക്കൽ സെൻ്റർ ഉള്ള കാര്യം നമുക്ക് നേരത്തെ അറിയാമെന്നുള്ളതാണ്. അതിൽ ഇപ്പോൾ വാമ്പയേഴ്സിന് മനുഷ്യരുടെ ഇടയിൽ തന്നെ ജീവിച്ചു പോകാനായിട്ട് അവർക്ക് ബ്ലഡ് കിട്ടാനായിട്ട്, അതായത് മനുഷ്യരുടെ ബ്ലഡ് കുടിക്കാതെ അല്ലാണ്ട് ബ്ലഡ് കിട്ടാനായിട്ടുള്ള മരുന്നും കണ്ടുപിടുത്തങ്ങളും ഒക്കെ ഇവർ നടത്തുന്നുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം ടെസ്റ്റ് ടോങ് അവൻ്റെ ബോഡി തന്നെ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഒന്നും ഇടയിൽ ടോങ്ടേനെയും നഖാനെയും അവർ മറന്നു പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം എപ്പോഴും അവരുടെ ഫോട്ടോയുടെ മുന്നിൽ ചെന്ന് നിന്നിട്ട് അവർക്ക് പൂക്കളൊക്കെ വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവരൊരു വീട്ടിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ ടോങ്ങിൻ്റെ മനസ്സിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അതായത് ഇങ്ങോട്ട് കറങ്ങാൻ പോകണം, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ലിസ്റ്റൊക്കെ എഴുതി വയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിന് ഇവരിപ്പോൾ വാമ്പയേഴ്സ് ആണെങ്കിലും എന്തുകൊണ്ടോ ഇവർക്ക് പൂക്കളുടെയൊക്കെ സ്മെല്ലൊക്കെ അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. സ്മെല്ലിൻ്റെ ആ ഒരു പവറൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു.
അതേസമയം ടോങ്ങിന് കറങ്ങാൻ പോകണം എന്ന ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് ഓഫീസിൽ നിന്ന് മാർക്കാണെങ്കിൽ ലീവൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ടോങ്ങിൻ്റെ അടുത്ത് എങ്ങോട്ട് പോകണമെന്ന് ചോദിക്കുമ്പോൾ ടോങ് അതെനിക്കറിയത്തില്ല എന്ന് പറയാണ്. അതുകൊണ്ട് മാർക്ക് ടോങ്ങിനോട് കണ്ണടച്ചിരിക്കാൻ പറഞ്ഞിട്ട് 3 ബുക്ക് എടുത്തുകൊണ്ടിട്ടാണ്. ഈ 3 ബുക്കിലും 3 സ്ഥലങ്ങളാണുള്ളത്. അങ്ങനെ ഒന്ന് ചൂസ് ചെയ്യാൻ പറയുമ്പോൾ ബുക്ക് എടുക്കുന്നതിന് പകരം ടോങ് ഫസ്റ്റ് മാർക്കിൻ്റെ കൈ പിടിച്ചിട്ട് അവനെയാണ് ചൂസ് ചെയ്യുന്നത്. ആ സമയം ഇതാണോ നിനക്ക് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ടോങ് ഇതിനെനിക്ക് കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. മാർക്കപ്പോൾ ഇതിനെയാണ് എടുക്കണമെങ്കിൽ പിന്നെ സമയം പോകുന്നത് നീ അറിയത്തില്ല, കാരണം അത്രയും അടിപൊളിയായിരിക്കും എന്ന് പറയുന്നുണ്ട്. ആ സമയം ടോങ് ആണെങ്കിൽ എങ്കിൽ പിന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നീട് അങ്ങ് സീരിയസ് ആയിട്ട് ഒരു ബുക്ക് ചൂസ് ചെയ്യുന്നുണ്ട്. ആ സ്ഥലം വന്നത് ഫ്രാൻസ് ആയിരുന്നു. അങ്ങനെ അവർ ഒരുമിച്ച് ഫ്രാൻസിൽ കറങ്ങാനൊക്കെ പോകുന്നുണ്ട്. അവരൊരുമിച്ചുള്ള അവരുടെ സമയം എല്ലാവരും നന്നായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫ്രാൻസിൽ വെച്ച് തന്നെ ടോങ് മാർക്കിനോട് പറയുന്നുണ്ട്, അതായത് നീ ഇല്ലായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ജീവനോടെ ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ ലൈഫ് ലോങ് മുഴുവൻ നമ്മളെപ്പോഴും ഒരുമിച്ചുണ്ടായിരിക്കുമല്ലോ, അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്നൊക്കെ. അതിനുശേഷം ഇവർ ഓഫീസിലുള്ള ഒരു സീനാണ് കാണിക്കുന്നത്. മാർക്കിന് ഇതുവരെയായിട്ടൊരു സെക്രട്ടറിനെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നീ ആരെയാണ് ചൂസ് ചെയ്യാൻ പോകുന്നത്, നിനക്ക് ആരെ ഇഷ്ടപ്പെട്ടില്ലേ എന്നിങ്ങനെ ടോങ് ചോദിക്കുമ്പോൾ ഇല്ല, അതിന് പറ്റിയ ഒരാളെ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. ടോങ് അപ്പോൾ എങ്കിൽ പിന്നെ ഞാൻ നിൻ്റെ സെക്രട്ടറി ആവട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ മാർക്ക് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം പല പല റൂൾസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ആ സമയം ടോങ് എന്താ റൂൾസ് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എനിക്ക് എല്ലാ ദിവസവും കോഫി ഉണ്ടാക്കി തരണമെന്ന് പറയുമ്പോൾ അത് ഞാൻ ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ റൂള് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമെന്നും പറയുന്നുണ്ട്. ആ സമയം ടോങ് അത് ഞാൻ ചെയ്യാം, കാരണം ഞാനും വാമ്പയറല്ലേ, അപ്പോൾ പിന്നെ ഉറങ്ങേണ്ട ആവശ്യമില്ലല്ലോ, 24/7 ഞാൻ നിൻ്റെ കൂടെ നിന്നോളാം എന്ന് പറയുന്നുണ്ട്. അടുത്ത് മൂന്നാമത്തെ റൂള് ഓരോ മണിക്കൂർ ഇടവിട്ടും എനിക്ക് കിസ്സ് തന്നുകൊണ്ടിരിക്കണമെന്ന് മാർക്ക് പറയുന്നുണ്ട്. ആ സമയം ടോങ് ആണെങ്കിൽ അത് കുഴപ്പമില്ല, വേണമെങ്കിൽ തരാമെന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. അടുത്ത് നാലാമത്തെ റൂള് എപ്പോഴാണോ എനിക്ക് വിശക്കുന്നത് അപ്പം തന്നെ എനിക്ക് കഴിക്കാനായിട്ട് നീ ഫുഡ് തരണമെന്ന് പറയുന്നുണ്ട്. ഉദ്ദേശിക്കുന്ന ഫുഡ് നമ്മൾ ശരിക്കുള്ള ഫുഡല്ല, ടോങ്ങിനെ കഴിക്കുന്ന കാര്യമാണ് അവൻ പറയുന്നത്. ടോങ്ങിനത് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടോങ് അത് ചെയ്യാനുള്ള സ്ഥലം ഇവിടെയല്ല, ഇത് ഓഫീസാണ്, ആരെങ്കിലും കാണുമെന്ന് പറയുമ്പോൾ മാർക്ക് പക്ഷേ ഇത് എൻ്റെ ഓഫീസാണ്, ഈ ബിൽഡിങ് മൊത്തം എൻ്റേതാണെന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് തന്നെ അവർ ഇൻറ്റിമേറ്റ് ആവുന്നുണ്ട്. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു സീരീസ് ഇവിടെ എൻ്റെ ആകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സീരീസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സ് അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോ ബൈ.